ഈ ബ്രഹ്മ കുഞ്ഞെ, നീ ബ്രഹ്മം തന്നെയാണ്, നീ ഈശ്വരൻ തന്നെയാണ് എന്ന് ഗുരു പറയുക ശിഷ്യനെടുക്കുക. പൊങ്കി ബ്രഹ്മ നചേന്ദ്രിയാണി ന മനോബുദ്ധിർന ചിത്തം. അല്ലെ ബുക്കില്ലേ? പൊങ്കി ബ്രഹ്മ നചേന്ദ്രിയാണി ന മനോബുദ്ധിർന ചിത്തം വപു പ്രാണാഹംകൃതയോ അന്യതപ്യസത് അവിദ്യാകൽപിതം സ്വാത്മനി. ഈ കാണുന്ന നിന്റെ ഇന്ദ്രിയങ്ങളും മനസ്സും ഒന്നും നീയല്ല, നീ സാക്ഷാൽ ബ്രഹ്മം തന്നെയാണ്. അതാണ് ത്വം ഹി ബ്രഹ്മ. എന്ന് വെച്ചാൽ ഉറപ്പാണ്. ത്വം ഹി ബ്രഹ്മ, നീ ബ്രഹ്മം തന്നെയാണ്. രചേന്ദ്രിയാണി, ഇന്ദ്രിയങ്ങളൊന്നും അല്ല. ഇന്ദ്രിയങ്ങളുണ്ടല്ലോ. എന്തൊക്കെയാണ് ഇന്ദ്രിയങ്ങള്? ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളുണ്ടല്ലോ. ആ ഇന്ദ്രിയങ്ങളൊന്നും നീയല്ല. അതാണ് ത്വം ഹി ബ്രഹ്മ നചേന്ദ്രിയാണി നമനോ ബുദ്ധിർന ചിത്തം. ബുദ്ധിയും മനസ്സും ചിത്തം ഒന്നും നീയല്ല. അന്യതപ്യ അസത്, വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിലും അതെല്ലാം അസതാണ്, ഇല്ലാത്തതാണ്. അതെന്താണ്? അവിദ്യാകൽപിതം. അവിദ്യ നിന്നിൽ ഉണ്ടാക്കി കാണിക്കുന്നതാണ് അവിദ്യ. അവിദ്യയാണ് നമുക്ക് കുഴപ്പം. നമ്മൾ ആ യഥാർത്ഥ വസ്തുവിനെ കാണാത്തതാണ് ഈ അവിദ്യ എന്ന് പറയുന്നത്, അല്ലേ? ദർശനമാരെ ഒരുപാട് പറയുമല്ലോ, യഥാർത്ഥ വസ്തുവിനെ കാണുന്നില്ല. ആത്മാവ് അസത്യമെന്നും അനാത്മാവ് സത്യമെന്നും ധരിക്കുന്നതാണ് ഈ അവിദ്യ. ആത്മാവാണ് സത്യം, ബ്രഹ്മമാണ് സത്യം എന്നാകാതെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന അനാത്മക്കളായിട്ടുള്ള ആത്മാവല്ലാത്തൊക്കെ സത്യമാണെന്ന് ധരിക്കുന്നതാണ് അവിദ്യ. അതെന്തുകൊണ്ടാണ് ചോദിക്കുന്നത്? അത് മായെന്നേ പറയാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ അവിദ്യ കൽപ്പിതം സ്വാത്മനി, ആ അവിദ്യ മൂലം നിന്റെ ആത്മാവിൽ ഉണ്ടെന്ന് കാണുന്നതാണ് ഈ പറഞ്ഞ ഇന്ദ്രിയം തൊട്ടുള്ള എല്ലാം, മനസ്സും എല്ലാം. വ്യക്തമായിട്ട് ഗുരു പറയും. ഇവിടെയാണ് ശ്രദ്ധ വേണ്ടത്. ഗുരു അത് പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കുക. അല്ലേ? ത്വം ഹി ബ്രഹ്മ, അങ്ങനെ വിശ്വാസത്തോടു കൂടി നമ്മൾ അങ്ങോട്ട് ചൊല്ലണം. ത്വം ഹി ബ്രഹ്മ നചേന്ദ്രിയാണി ന മനോബുദ്ധിർന ചിത്തം വപു പ്രാണ. വപു ശ്രമിച്ച ശരീരം, പ്രാണൻ. അഹങ്കാരവും നീയല്ല. അഹങ്കാരം എന്ന് പറഞ്ഞാൽ, അഹങ്കാരം എന്ന് പറയുന്നത് ഞാനെന്ന ഭാവം, അല്ലേ? ഈ അഹമാണല്ലോ എല്ലാ പ്രവൃത്തികളും നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്. എല്ലാവർക്കും അഹമുണ്ട്, അല്ലേ? അഹം, ഞാൻ ചെയ്യുന്നു, ഞാൻ കേൾക്കുന്നു, ഞാനിപ്പോൾ പഠിക്കുന്നു. ആ അഹങ്കാരവും നീയല്ലെന്ന്. അഹങ്കൃതി. ത്വം ഹി ബ്രഹ്മ, ത്വം ഹി ബ്രഹ്മനചേന്ദ്രിയാണി ന മനോബുദ്ധിർന ചിത്തം വപു പ്രാണാഹംകൃതയോ അന്യതപ്യസത്. അന്യത് അപി അസത് ചേർത്താണ് അന്യതപ്യസത്. അസത് എന്ന് വെച്ചാൽ ഇല്ലാത്തത്, യഥാർത്ഥ ഉണ്മയില്ലാത്തതാണ് അസത്. സതാണ് യഥാർത്ഥ ഉണ്മയുള്ളത്. അതെല്ലാം അസത്താണ്, യഥാർത്ഥ ഉണ്മയില്ല. പിന്നെ അതെന്താണ്? അവിദ്യ കൽപ്പിതം. ഈ അവിദ്യ നിന്നിൽ ഉണ്ടാക്കി കാണിക്കുന്നതാണ് കൽപ്പിതം. കൽപ്പിതം എന്ന് വെച്ചാൽ യഥാർത്ഥമല്ലല്ലോ. ആ അവിദ്യ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഉണ്ടാക്കി കാണിക്കുന്നതാണ് അവിദ്യാ കൽപ്പിതം സ്വ ആത്മനി, നിന്റെ ആത്മാവിൽ. ആ യഥാർത്ഥ വസ്തുവിൽ ഇതൊക്കെ ദൃശ്യങ്ങളാണ്. അതാണ് അവിദ്യാകൽപിതങ്ങളായ ദൃശ്യങ്ങളാണ് ഇന്ദ്രിയവും മനസ്സും ബുദ്ധിയും മുതലായിട്ടുള്ള നീ എന്ന് ധരിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം. നമ്മളിപ്പം നീ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കൊണ്ട് ഒരു സംഘാതമായിട്ടല്ലേ നമ്മളെ പറ്റി ധരിച്ചിരിക്കുന്നത്, അല്ലേ? നീ ആരെന്ന് ചോദിച്ചാൽ ഞാൻ ഇന്ദ്രിയമുള്ള ആളാണ്, മനസ്സുള്ള ആളാണ്, ബുദ്ധിയുള്ള ആളാണ്, ഇതെല്ലാം കൂടെ ചേർന്നിരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഗുരു പറയുന്നു അതൊന്നും നീ അല്ല. ഈ പറഞ്ഞ ആത്മാവാണ് നീ. അതാണ് ത്വം ഹി ബ്രഹ്മ. ബാക്കിയെല്ലാം അതിൽ ആരോപിച്ചിരിക്കുന്നതാണ്. ശ്ലോകമാണ് അതിന്റെ പ്രധാനപ്പെട്ട ശ്ലോകം, രണ്ടാമത്തത്. ത്വം ഹി ബ്രഹ്മനചേന്ദ്രിയാണി ന മനോബുദ്ധിർന ചിത്തം വപു പ്രാണാഹംകൃതയോ അന്യതപ്യസത് അവിദ്യാകൽപിതം സ്വാത്മനി സർവം ദൃശ്യതയാ ജഡം. അത് ദൃശ്യമായതുകൊണ്ട് ജഡം. ജഡം എന്ന് വെച്ചാൽ ഇല്ലാത്ത വസ്തു. ജഡമില്ലല്ലോ, അല്ലേ? ബോധവും ജഡവും രണ്ടെണ്ണേ കൂടെ ഉള്ളൂ. ജഡമാണെന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഉണ്മയില്ലാത്തത്. എന്തുകൊണ്ട് ഉണ്മയില്ലാത്തതെന്ന് പറഞ്ഞാൽ ദൃശ്യതയാ, ദൃശ്യമായതുകൊണ്ട്. കാണപ്പെടുന്നതൊന്നും ഉണ്മയുള്ളതല്ല. ദൃക്ക് മാത്രമാണ് ഉണ്മയായിട്ടുള്ളത്. അതാണ് ദൃഗ്ദൃശ്യ വിവേകം എന്ന് പറയുന്നത്. ഈ ദൃക്കുണ്ടെങ്കിലേ ദൃശ്യമുള്ളൂ. ദൃക്കെന്ന് പറഞ്ഞാൽ കാണുന്നത്. അതൊക്കെ ഇച്ചിരി ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. ദൃക്കില്ലെങ്കിൽ കാണാൻ വസ്തുവില്ല, ഇല്ലേ? നമ്മളില്ലെങ്കിൽ ഈ വസ്തു ഉണ്ടോ?
കാണാനൊരു വസ്തു ഉണ്ടെങ്കിൽ, കാണാൻ ഒരാളുണ്ടെങ്കിലേ ഈ കാണപ്പെടാനൊന്നുള്ളൂ. ഇത് രണ്ടും കൂടെ ചേർന്ന് നിൽക്കുക. അതുകൊണ്ടാണ് ദൃശ്യതയാ ജഡം, കാണപ്പെടുന്നതായതുകൊണ്ട് ഈ പറഞ്ഞ ഇന്ദ്രിയവും മനസ്സും ബുദ്ധിയും എല്ലാം കാണപ്പെടുന്ന അല്ലെങ്കിൽ അറിയപ്പെടുന്നതായതുകൊണ്ട് അത് അസത്താണ്. ഇത് അറിയുന്നവരാണ് സത്യം.